ഇന്നലെയും വക്രീകരണമൊക്കെ വാക്കുകളൊക്കെ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് കൊള്ളുന്നവർക്ക് ഒരു പുഷ്പമായി ചെന്ന് പതിക്കുന്നുണ്ടെങ്കിൽ അവർ നല്ലവരാണ്. അതല്ല, കുന്തമുനയുടെ ക്ഷതമാണ് അവരിൽ ഏൽപ്പിക്കുന്നവർ, അവർ പാപികളാണ്. അതുകൊണ്ട് മാത്രമാണ്. പാപം എന്തെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ കയ്യിൽ അതിൻ്റെ നിറമുണ്ട്. ഇനി ഇത് ചെമ്പാണ് ഉരച്ചു നോക്കി പരിശോധിക്കണമെന്ന് പറഞ്ഞു വരുന്നവരുടെ രാഷ്ട്രീയമാണ് കേരളത്തിൽ നടമാടുന്നത്. രണ്ടുപേരും അല്ലേ, സ്വന്തം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ പോലും ഉടനെ അതിലെ ചെമ്പത്ര ഭഗവാന്റെ ചെമ്പിന് കണക്കെടുക്കട്ടെ, സ്വർണത്തിന് അവർക്ക് കണക്കെടുക്കാൻ ഒക്കത്തില്ല. അത് പുതിയ നൊബേൽ സമ്മാനത്തിനുള്ള രസതന്ത്രമായി കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അവരെ നിയന്ത്രിക്കുന്ന മന്ത്രിയും അവരുടെ സർക്കാരും പുതിയ രസതന്ത്രമാണ് കുറിച്ചിരിക്കുന്നത്. നൊബേൽ സമ്മാനം കിട്ടിയാൽ അതായിരിക്കും ഏറ്റവും വലിയ അവഹേളനം എന്നാണ്. ഇനിയിപ്പം കേരള സർക്കാർ ഇത് പറഞ്ഞ് അവഹേളിച്ചത് കൊണ്ട് ഒരു നൊബേൽ പരമ്പര കൂടി ഇവിടെ പത്മ പുരസ്കാരത്തിനും പാരലായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ നൊബേൽ പരമ്പര കൂടി അവരെ ആരംഭിക്കട്ടെ. അതിനും ഈ കലിംഗ സംഗമവും ഞാനും കാരണമാവട്ടെ. നന്ദിപൂർവം സ്മരിക്കും. അയ്യപ്പനെ സംബന്ധിച്ച് ഇതുവരെയും ഞാൻ ഒന്നും പറഞ്ഞു, ഇത് കർമ്മയാണ്. ഏതൊക്കെ തരത്തിലാണ് അവഹേളിക്കാൻ നോക്കിയത്. അയ്യപ്പനെ തലോടണം. ശബരിമലയിലെ അയ്യപ്പന് ദൈവസ്വരൂപം നമ്മൾ ആരാധനാപൂർവം ആചാരപൂർവം നമ്മൾ അത് കൃത്യമായി വർഷങ്ങളായി നടത്തിക്കുന്നു, യുഗങ്ങളായി നടന്നു പോരുന്നു എന്ന് തന്നെ പറയേണ്ടി. പക്ഷെ അതിലെ ഒരു മനുഷ്യ സ്വരൂപം അയ്യപ്പൻ മനുഷ്യൻ കൂടി. ഞാൻ എൻ്റെ മൂത്ത സഹോദരനായിട്ടാണ് എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് കുടുംബപരമായിട്ട് എല്ലാവർക്കും വില്ലെഴുതി ചാർത്തി തന്ന അവകാശമല്ല. ഓരോ വിശ്വാസിയുടെയും കുടുംബത്തിൽ ഇതൊരു വലിയ ആചാരാനുഷ്ഠാനം. അത് ഭാരതത്തിൽ എന്നല്ല, ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് പോലും മാസത്തുറപ്പിന് വരുന്ന ഭക്തരുണ്ട്, കുഞ്ഞുങ്ങളെയും കൊണ്ട്. അത് പ്രായമറിയിക്കുന്നതിന് മുമ്പ് പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ആ പാരമ്പര്യത്തിന് ശക്തി പകർന്നാണ് പോകുന്നത്. ആൺകുട്ടികളെ 4 വയസ്സ് 5 വയസ്സ് മുതൽ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ പെൺമക്കളെയും അവർ പ്രായം ഈ വർഷം അറിയിക്കുമെന്ന് തോന്നിയ വർഷം കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാതെ 6 7 പ്രാവശ്യം എൻ്റെ പെൺകുട്ടികളും അവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ 2018 എവിടെയും പറഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം അതൊരു രാഷ്ട്രീയമല്ല. ഇന്നലെ പത്രക്കാർ ചോദിച്ചപ്പോഴും ശബരിമലയെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തികഞ്ഞ ഭക്തനാണ്, ഞാനൊരു ഭക്തനാണ് എന്ന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രഖ്യാപനം. ഇതൊരു രാഷ്ട്രീയത്തിനും അവകാശപ്പെട്ടതല്ല. മലയാളി കുടുംബങ്ങളുടെ വില്ലെഴുതി പതിച്ച് കിട്ടാത്ത കോൺസെപ്ച്വൽ സ്പിരിച്വൽ സ്വത്താണ് ശബരിമല. ഇതിന് വലിയ ശിക്ഷ അവരെ ഏറ്റുവാങ്ങേണ്ടി വരും. എല്ലാവരും ഉണ്ട് അതിനകത്ത്. നമുക്കറിയാം വിജിലൻസ് അന്വേഷണം ആരുടെയൊക്കെ പേരിലുണ്ട്. അവരന്നേരവും ഒരില്ലാത്ത എന്ന് ഞാൻ പറഞ്ഞുകൂടെ, കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് എനിക്കതിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്തത്. ഇല്ലാത്ത കേസുകൾ എൻ്റെ തലയ്ക്ക് കെട്ടിവെച്ചതിന്, എന്നെ അതുവഴി അങ്ങ് കൂട്ടിക്കെട്ടാമെന്ന് വിചാരിച്ചതിന് മറുപടി ഇനി പറയേണ്ടി വരും. ആരൊക്കെ ആ കേസുകൾക്ക് മുൻകൈ എടുത്തിട്ടുണ്ട്, എന്നെ ഈശ്വരൻ എത്രമാത്രം അനുഗ്രഹിക്കുന്നു. ഞാൻ ഈശ്വരൻ്റെ ഓഡിറ്റ് ബുക്കിൽ മാത്രമാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും, ഞാൻ ചെയ്യുന്ന തെറ്റുകൾ പോലും അവിടെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അവിടുന്ന് വരുന്ന ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങും. അത് ഓരോ വിശ്വാസിയുടെയും പരമപ്രധാനമാണ്. കുറ്റവും ശിക്ഷയും എന്ന് പറയുന്നത് അവരുടെ തത്വം ജനിച്ച നാട്ടിലുണ്ടായ സാഹിത്യകൃതി കൂടി. ക്രൈം ആൻഡ് പണിഷ്മെന്റ്.